ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് ഫാമിലി ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഡിഷായിട്ടാണ് കേട്ടോ. നമ്മൾ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഫലാഫൽ, എന്നാലും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഫലാഫൽ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ വെള്ളക്കടല. അപ്പോൾ ഫലാഫൽ വെള്ളക്കടല വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇത് 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഒരു 8-9 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്തായാലും ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ 8 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ കടലയൊക്കെ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ്, കടലയിൽ ഇപ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ, വെള്ളം നല്ലോണം കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വലിയ സൈസ് ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് 3 എണ്ണം ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്ര എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 4-5 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇലകളാണ് കേട്ടോ. ഫലാഫലിൽ മെയിൻ വേണ്ടത് ഇലകളാണ്. അപ്പോൾ ഞാനിവിടെ 2 ഇലകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും അതേപോലെ തന്നെ പാഴ്സ്ലി ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാഴ്സ്ലി ലീഫ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട കേട്ടോ. പാഴ്സ്ലി ലീഫ് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഫലാഫൽ ഉണ്ടാക്കാം, മല്ലിയില മാത്രം മതി. പാഴ്സ്ലി ലീഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. പാഴ്സ്ലി ലീഫാണെങ്കിലും മല്ലിയില ആണെങ്കിലും സൈസിലും അതേപോലെ തന്നെ ഫ്ലേവറിലും ടേസ്റ്റിലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആ 2 ഇലയും നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില 1 കൈപ്പിടി നിറച്ചും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാഴ്സ്ലി ലീഫും 1 കൈപ്പിടി നിറച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയ ജാറിൽ അരക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും അരച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വലിയ ജാറിൽ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നമ്മുടെ മിക്സീൻ്റെ പൾസ് മോഡിൽ ഇട്ടിട്ട് 1-2 കറക്കിൽ കറക്കുമ്പോൾ തന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടും. ഇതുപോലെ തരികളോടുകൂടി വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ 1 ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. പൾസ് മോഡിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. ഓവറായിട്ട് അരഞ്ഞെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും, പിന്നെ നമുക്ക് ഇത് ചുട്ടെടുത്താൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അരച്ചയിൽ കൂടുതൽ ഇലകളായതുകൊണ്ട് ഡാർക്ക് കളറും, പിന്നെ അരച്ചയിൽ കൂടുതൽ കടല ആയതുകൊണ്ടും ലൈറ്റ് കളറായിട്ടാണ് കേട്ടോ കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ പാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. മുളക് പൊടി കുറച്ച് മതി. പിന്നെ 1 ടീസ്പൂണ് നിറച്ചും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഗരം മസാല കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഇത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ എല്ലാവരുടെയും എത്തുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനിയിപ്പം ഫലാഫലൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോർമലി നമ്മൾക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ഫലാഫലിൻ്റെ മോൾഡൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ മേടിച്ചിട്ട് അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറമൊക്കെ കരിനുള്ളിൽ വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു സൈഡ് ആയിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറാവണ വരെ വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളറായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ഇതാ നമ്മുടെ ഫലാഫൽ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പോൾ ഇവിടെ കെച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മയോണൈസിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്